സിനിമ എന്ന് പറയുന്നത് വലിയൊരു മോഹമായിട്ട് കൊണ്ടുവരുന്ന ഒരു മനുഷ്യനല്ലേ. എത്തിപ്പെടാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് സ്വയമേ ഒരു ബോധ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. കഴിവില്ലാത്ത പല സ്കിറ്റുകളിലും തകർന്നു പോയിട്ട് പുള്ളി പറയും, എന്റെ ജിനു നീ വേറെ ആളെ നോക്കി ഞാൻ വരത്തില്ല. ഞങ്ങൾ ഇപ്പോൾ വടക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ സാധനത്തിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആളിന്റെ കോമഡിയൊക്കെ പറഞ്ഞത്. ഇയാളെ കണ്ടിട്ടുണ്ട്, കോമഡിക്കകത്തുള്ളതാണ്. പുള്ളി എന്നെ കണ്ടു മനസ്സിലായി. ബിഗ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചപ്പോ അടി കമന്റ്സ് കയ്യിൽ സ്കിറ്റ് എഴുതിയിട്ടേക്കുന്നത്. കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. വർഷ ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ, കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ. പ്രൈം പോഡ്കാസ്റ്റിൽ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് പ്രിയപ്പെട്ട താരങ്ങൾ ജിനു കോട്ടയം ആൻഡ് അനീഷ് കാവിൽ. ഈ കുടുംബ ബന്ധങ്ങളിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മുടെ പ്രൊഫഷനെ ഭീകരമായിട്ട് ബാധിക്കും. കാരണം നമ്മളുടെ ഒരു മൈൻഡ് നമ്മൾ വളരെ പ്ലസന്റ് ആയിട്ടായിരിക്കണം, അതായത് വളരെ ബ്ലാങ്ക് സ്പേസ് ഉള്ള ഒരു മൈൻഡുമായിട്ടാണ് ഒരു കലാകാരൻ ഒരു കലാപ്രവർത്തനം ചെയ്യാൻ, അല്ലെ? ഇപ്പൊ നമ്മൾ അഭിനയിക്കുന്നു, അപ്പൊ നമ്മൾ പല പല വികാരങ്ങളിലൂടെ പോകേണ്ടതാണ്. നമ്മുടെ മനസ്സിനെ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞ ഒരു പ്രാഥമിക കർമ്മങ്ങൾ പോലും കൃത്യമായിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വലിയ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പൊ വളരെ സമാധാനമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോഴേ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ പുറത്ത് പ്രോഗ്രാം സ്ഥലത്തൊക്കെ വെച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ അത് ആ പ്രോഗ്രാമിനെ ബാധിക്കത്തക്ക രീതിയിൽ സംഭവിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അതല്ലേ ഞാൻ അതെ, അതേട്ടാ ഞാൻ പറഞ്ഞത്. ഇത് അല്ലെങ്കിൽ വേറെ പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ കുഞ്ഞിന് ഒരു സൈക്കിൾ മേടിക്കാൻ വേണ്ടിട്ട് ഞാൻ പോത്തീസി പോയി കേട്ടോ. അപ്പൊ പോത്തീസി വന്നിട്ട് ഞാൻ ജസ്റ്റ് ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയറി ഓടണം. ഒരു ചേട്ടൻ ഓടി വന്നിട്ട്, ഹലോ നമസ്കാരം, ഞാൻ പറവൂരാ താമസിക്കുന്നത് എന്നും പറഞ്ഞിട്ട് പുള്ളി എന്റെ കൈ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ എല്ലാ ദിവസവും കാണുമല്ലോ. മറ്റേ ആളെ തിരക്കിന്ന് പറയണം, ജിനു അനീഷിന്റെ പരിപാടി എന്നെ എപ്പോൾ കണ്ട എപ്പോഴും ഞാൻ അതിനു വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. ശരി കേട്ടോ, സന്തോഷം പറഞ്ഞു. എനിക്ക് മാറിയപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് വിട്ടില്ല. പുള്ളി എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് തോളത്ത് തട്ടിട്ട് പറയും കേട്ടോ, ഒന്നും ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അത് രണ്ട്. ഇത് ഈ ചെങ്ങന്നൂര് ഞാൻ നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനില്ലേ, ഞങ്ങൾ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു ഫാമിലി ഉണ്ട്. അവരവിടുത്തെ എന്തോ വലിയ ഫാമിലിയാണ്. അപ്പൊ അവിടുത്തെ പിള്ളേർ സെറ്റ് ഈ ബനിയനയില് ഈ പ്രിന്റ് ചെയ്യും. ഞാൻ കുഞ്ഞിനെ കണ്ടപ്പോൾ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അവരൊരു സാധനം പ്രിന്റ് ചെയ്ത് എനിക്ക്. അപ്പൊ എന്താ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആന്റി ഓടി വന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞു. നമ്മുടെ ഭയങ്കര കാര്യം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പോ ആ ആന്റി പറയാ, എന്ത് ജിനുന്ന് അതില്ല ആ കേസ്, ജിനു ഇപ്പോഴാണ് ഹാപ്പി ആയത്. അപ്പൊ ഹാപ്പി ആയിട്ട് പോകും. നമ്മളെ അറിയാവുന്ന കുറെ ആളുകളുണ്ട്, ഇത് പക്കയായിട്ട് വീക്ഷിക്കുന്ന കുറെ ആളുകൾ, അവര് നമ്മളെ ഭയങ്കരമായിട്ട് സഭ. എനിക്ക് ഇന്ന് വരെ കേട്ടോ, ഈ നിമിഷം വരെ എന്നെ ആരും വന്നിട്ട് എന്തോറോ കാണിച്ചു അങ്ങനെ ഇങ്ങനെയൊന്നും എന്നോട് ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല. പിന്നെ അനീഷിന്റെ ഇപ്പൊ ജീവിതത്തില് ഈ ഒരു വലിയ വഴിത്തിരിവുണ്ടായത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെയാണ്, അല്ലെ? അപ്പൊ ഈ ബമ്പർ ചിരിക്ക് മുമ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഇപ്പൊ ടി വിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വന്ന് ഇതൊരു കച്ചിത്തുരുമ്പാക്കി മാറ്റണം, എനിക്ക് ഇതുവഴി സിനിമയിലേക്ക് വരണം, അല്ലെങ്കിൽ ജീവിതം, അങ്ങനെ വലിയ പ്ലാനിങ് ഇല്ലായിരുന്നു. ഇതിലേക്ക് സിനിമ എന്ന് പറയുന്നത് വലിയൊരു മോഹമായിട്ട് കൊണ്ടുവരുന്ന ഒരു മനുഷ്യനല്ലേ. എല്ലാം കൈവിട്ടു പോയ മനുഷ്യൻ. ഏതൊരു മെമിക്രി കലാകാരന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതൊന്നും എത്തിപ്പെടാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് സ്വയമേ ഒരു ബോധ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. കഴിവില്ലാത്ത അപ്പൊ നിങ്ങൾ എന്താണ് അത് പറയാൻ പറ്റുമെന്ന് എല്ലാം തുറന്നു പറയാനുള്ള വേദിയാണ്, എന്തും പറയാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയൊരു സിനിമാ താരമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു അടുപ്പുണ്ട്. ഞങ്ങളെ വെല്ലിച്ചിന്റെ കൂടെ പഠിച്ച മനുഷ്യനാണ്. എന്നെ വിളിച്ചോണ്ട് KR വിശ്വമൻ എന്ന് പറയുന്ന ആളാണ്. IAS ആയിരുന്നു, കളക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് മമ്മൂക്ക. അവർ ഒരുമിച്ച് പഠിച്ചതാണ് മഹാരാജ് കോളേജിൽ. നമ്മുടെ വീട്ടിൽ വരികയും അവിടെ എന്റെ അച്ഛനൊക്കെ ഓർമ്മയുണ്ട്, എനിക്കത് പറ്റി ഓർമ്മയൊന്നുമില്ല. അപ്പൊ എന്റെ അച്ഛൻ പലപ്പോഴും വിളിച്ചോണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, അവനൊരു എന്തെങ്കിലും സിനിമയില് നോക്കട്ടെ വരട്ടെ. അല്ല, വെല്ലിച്ചനോട് അച്ഛൻ പറയും, വെല്ലിച്ചൻ മരിച്ചുപോയി 2 വർഷമായി, എന്തെങ്കിലും ചെയ്യടാ, എന്താ ഇങ്ങനെ നടക്കുമല്ലേ യുക്രിയായിട്ട്. പുള്ളിക്കും താല്പര്യമുണ്ട്. എടാ ഒരു കാര്യം നീ ചെയ്ത് CD ഒക്കെ ആയിട്ട് ഒരു ദിവസം പുള്ളിയെ പോയി കാണാം, സംസാരിക്കാം. അങ്ങനെ പിന്നെ വെല്ലിച്ചൻ ഇറങ്ങി മരിച്ചുപോയി. പിന്നെ ഉള്ള പ്രതീക്ഷ കൂടെ
നഷ്ടപ്പെട്ടു പോയി. ഓ ശരി. ഒരിക്കലും നമുക്ക് സിനിമയിലേക്ക് കയറാൻ അറിയാമല്ലോ. നമ്മുടെ ഏറ്റവും വലിയൊരു നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയൊരു പിടിവള്ളിയായിരുന്നു. പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്ങനെ. ഏറ്റവും വലിയ പിടിവള്ളിയല്ല, ആ ഡോറിനുള്ള താക്കോലായിരുന്നു. പിന്നെ ആ പുള്ളിയുടെ മരണത്തോടുകൂടി നമ്മുടെ മൈൻഡേ ഔട്ടായി പോയി. പിന്നെ നമ്മൾ പിന്നെ അത് വിട്ടു. സ്റ്റേജ് കളിക്കുന്ന വരുമാനം കിട്ടുന്നു. അങ്ങനെ ഇതിനകത്ത് വന്നതിന് ശേഷം നമ്മുടെ ഈ വയറ്റിലെ വഴി ഇങ്ങനെ നടന്നു വരുമ്പോൾ എനിക്കൊരു കോള് വരിക. മഞ്ജു ചേച്ചി, മഞ്ജുപിള്ള, അനീഷേ നമുക്കൊരു സിനിമ ചെയ്താലോ എന്ന് ചോദിച്ചു. ചേച്ചി എന്ത് എടാ നിനക്കൊരു വേഷമുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഇവരുടെ കാര്യം ചോദിച്ചു, ജിനു ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്കത് അറിയത്തില്ല, നിന്റെ കാര്യം കൂടി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന്. ഞാൻ വിചാരിച്ചു വലിയ പാസിംഗ് സാധനങ്ങളൊക്കെ ആയിരിക്കും. പോലീസിന്റെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ്, ഡ്രൈവറാന്ന് പറഞ്ഞു. ഡ്രൈവിംഗ് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ എന്റെ വണ്ടിയല്ലാതെ വേറെ വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കാം, കുഴപ്പമൊന്നുമില്ലെന്ന്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോഴാണ് വീണ്ടും ഒരു പ്രതീക്ഷ സിനിമയിലേക്ക് വരാന്നുള്ളത്. അങ്ങനെ അത് മഞ്ജു ചേച്ചിയുടെ ഗറഫിലാണ് സിനിമയിലേക്ക്. നിങ്ങളൊരു നല്ല കലാകാരനാണ്. അപ്പൊ ആ കലാകാരന്റെ തലയിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ആ വഴിയല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട് അല്ലേ? അത് സത്യസന്ധമായ കാര്യമാണ്. പിന്നെ ഈ സിനിമയിൽ ആദ്യമായിട്ട് അന്വേഷണത്തിന് തുടക്കത്തിലാണ് ഫസ്റ്റ് ഫിലിം അല്ലേ? ഓക്കെ, ഏതായാലും അത്തരത്തിലുള്ള ഒരു തുടക്കം, അതൊരു തുടക്കം തന്നെ ആണ്. പടം വിജയമോ പരാജയമോ ആവട്ടെ, പക്ഷെ ഒരു സിനിമയിലേക്ക് എൻട്രി കിട്ടുക എന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ച് മഞ്ജു പിള്ളയെ പോലെ വളരെ നല്ലൊരു അഭിനേത്രി നിങ്ങളെ സജസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല. എനിക്ക് 30 ദിവസത്തെ ഡേറ്റ് ഉണ്ടായിരുന്നു. അടിപൊളി. മാഹി എവിടെയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? ഇത് കോട്ടയത്തായിരുന്നു. കോട്ടയം, തെങ്കാശി, വാഗമൺ, പിന്നെ ഗൾഫ് ഞാനായിരുന്നു. ഇത്ര സ്ഥലത്തുണ്ട്. ശരി. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പൊ ചേർന്നപ്പോ ഒരുപാട് സ്കിറ്റുകൾ ചെയ്തു. ചില സ്കിറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളത് പരാജയപ്പെട്ടിട്ട് പോലും അവിടെ പിടിച്ചു നിന്നത് പരാജയമാണെന്ന് എന്ന് തന്നെ പറയാനുള്ളൊരു ചങ്കൂറ്റം കൂടി കാണിക്കുക എന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ്. അതിനെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ്. അങ്ങനെയുള്ള രസകരമായ മറ്റെന്തെങ്കിലും അനുഭവങ്ങളുണ്ട്? ചേട്ടാ അവിടുത്തെ ഏറ്റവും വലിയ പോസിറ്റീവ്, ഈ പുള്ളി പെട്ടെന്ന് ഡൗൺ ആവുന്ന ടീം. പക്ഷെ ഞാൻ ഡൗൺ ആയാലും ഞാൻ ഈ സാധനം എങ്ങനെ കാണിക്കത്തില്ല. ഡൗൺ നമ്മൾ തകർന്നാ നിൽക്കുന്നത്, പക്ഷെ മുഖത്ത് കാണിക്കില്ല. എന്റെ ഭാര്യ എന്നോട് എപ്പോഴും പറയും, ചേട്ടാ നിങ്ങൾ എന്തിനാണ് ഒരു ശകലം പോലും ഒരു കരച്ചിലോ, നിങ്ങൾ ഇത് കരയാതിരിക്കുന്നത് എന്തിനാ? പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരിക്കലും നമ്മൾ സങ്കടമാണ് വെളി കാണിക്കുന്ന ഒരു പ്രകൃതമല്ലേ. പല സ്കിറ്റുകളിലും തകർന്നു പോയിട്ട് പുള്ളി പറയും, ഞാനിനി 5 മേടിച്ചിട്ടാണ് ഞാൻ വരത്തില്ലോട്ടോ, എന്റെ ജിനു നീ വേറെ ആൾ നോക്കി ഞാൻ ഇനി വരത്തില്ല. ഞങ്ങൾ ഇപ്പോഴും വടക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ തകർന്നായിരിക്കും നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ആ സാധനത്തിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആളിന്റെ കോമഡിയൊക്കെ പറഞ്ഞത്. അപ്പൊ ഈ സാധനം അതിന്റെ ഇടയിലങ്ങ് മുങ്ങിപ്പോവും. മനസ്സിലായി? ശരിയല്ലേ? അയ്യോ എത്ര സ്കിറ്റ് ഞങ്ങൾ തകർന്ന് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റില്ല. തൃശ്ശൂർ ഒരു കാക്കയൊക്കെ ചെറിയ തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞ ടക്കേന്ന് നിമിഷം കൊണ്ട് ഉണ്ടാക്കി ഒപ്പിച്ചെടുക്കുന്ന സാധനമായിട്ടേ. കാര്യം നമ്മൾ ഷൂട്ടിന് സമയത്ത് നമ്മൾ ചിലപ്പോൾ എത്താൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടുണ്ടായി വരുന്ന സാധനം. പിന്നെ അവിടെ കിടന്ന് അവർ പറയുന്നതിന് പുഴുകി പിന്നെ നമ്മളൊക്കെ സമ്മതിച്ചു കൊടുക്കുക, നമ്മൾ തോൽവിയായിരുന്നൊക്കെ സമ്മതിച്ചു കൊടുക്കണം, കുഴപ്പമില്ലല്ലോ. അങ്ങനെയൊക്കെ പോകണം. പിന്നെ രസകരമായ അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെയധികം വിഷമിപ്പിക്കുകയും ഒഴിവാക്കി നിർത്തപ്പെടുകയും അല്ലെങ്കിൽ പറഞ്ഞിട്ട് അത് ഇല്ല എന്ന് സമയത്ത് പറയുക, അങ്ങനെയുള്ള എന്തെങ്കിലും മോശപ്പെട്ട തിക്താനുഭവങ്ങൾ നിങ്ങൾ രണ്ടുപേരുടെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ? ആരുടെയെങ്കിലും നിന്നും നേരിട്ടിട്ടുള്ള പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. എന്നെ സംബന്ധിച്ചോളം നോക്കാൻ ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയട്ടെ, എൻ്റെ നെഗറ്റീവാണത്. പക്ഷെ ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷെ പലരും അത് നെഗറ്റീവായിട്ട്, പലരും എൻ്റെ പൊതുജനങ്ങൾ അങ്ങനെ കാണുള്ളൂ. ഞാൻ ആരുടെ അടുത്തും ഇപ്പം കൊള്ളത്തില്ലെങ്കിൽ ഞാൻ കൊള്ളത്തില്ലെന്ന് തന്നെ പറയുന്നത്. അത് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ആയിരിക്കും, കൊള്ളത്തില്ലാത്ത കാര്യം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലല്ലേ അത് അവർക്ക് മനസ്സിലാവുള്ളൂ. അതാ ഞാൻ ഉദ്ദേശിച്ച് പറയുന്നുള്ളൂ. പക്ഷെ അത് എൻ്റെ പറച്ചിൽ ചിലപ്പം വേറെ റൂട്ടിൽ കൂടെ ആയിരിക്കും. അവർക്ക് അവർ ചിന്തിക്കുന്ന ഇല്ല. അതെൻ്റെ ഒരു ലോക തോൽവിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര കഠിനമായ ഒരു ഇതുണ്ട്. ഞാനൊരു നടനാകും എന്നെനിക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ അതിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന. കാരണം എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞാല് നമ്മളെ ദൈവം അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നാളെ ഒരു സ്ഥലത്ത് എത്തിക്കും. പിന്നെ അതിന് ഉദാഹരണം ഞാൻ ചുമ്മാ പറയാം, നമ്മൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഈ എല്ലാവരും പറയും ഡയറക്ടർമാരെ കാണാൻ പോകുന്നു. നമ്മൾ ഈ അപകർഷതാബോധം എന്ന് പറയുന്ന സാധനം ഭയങ്കര തോൽവിയല്ലേ. അതെനിക്ക് ന്യായമായിട്ടുള്ളൊരു വ്യക്തി കേട്ടോ. അയ്യോ ഇല്ല, ഞാൻ ഒരാളുടെ അടുത്ത് അത് ഞാൻ പറയാം. ഇത് ഞാൻ അങ്ങനെ ചാൻസ് ചോദിക്കാൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നറിയും, നമ്മളവിടെ ചെല്ലാൻ നമ്മളെ അറിയാവോ, നമ്മളത് എങ്ങനെ പറഞ്ഞ് അവരെ കൊള്ളിക്കും, അങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതി ആയിട്ടേ.
സാറേ ഞാനൊരു ആർട്ടിസ്റ്റാണേ, മിമിക്രിക്കാരനാണ്, ഞാൻ ഇങ്ങനെ മിമിക്രി ചെയ്യും, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പഴയ ഒരു ഇതുപോലെ എനിക്ക് തോന്നുന്ന പോലെ എനിക്കങ്ങ് തോന്നുക. എൻ്റെ തെറ്റാണ് ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരോടും ചാൻസ് ചോദിച്ചിട്ട് ഒഴിവാക്കിയ കാര്യങ്ങൾ എന്തോ പറയാന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് പറയാം. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മച്ചിയുടെ വീട് ഇവിടെയാ, ഇടുക്കിയില്ല, ഏലപ്പാറ കാപ്പിപ്പതാർ എന്ന് പറയും. അപ്പം ഞാൻ ഒരു ദിവസം രാത്രിയില്ല, ഞാൻ വാങ്ങും ഇവിടെ കട്ടപ്പനയിൽ വന്നു. ATM ഒന്നും അവിടെ ഇല്ലേട്ടെ. ആ ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടെ ഒരു ATM കൗണ്ടർ ഇല്ല. ഒരു ATM ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ചുറ്റളവിനിടയിൽ ആ ഒരു ATM ഉൾപ്പെടും. സത്യം, അത് ഈ ഇന്റർവ്യൂ കാണുന്ന നമ്മുടെ കാപ്പിപ്പതാല് പശുപ്പാറ ആ ഭാഗത്തുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പല സൈഡിൽ കൂടെ കറങ്ങി കാപ്പിപ്പതാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വരും. അപ്പൊ ഞാൻ ഇങ്ങനെ വരാൻ നേരത്ത് ലൂസിഫർ അതൊരു പള്ളി ഉണ്ടറിയോ, അത് നമ്മുടെ വീടിനടുത്ത്, അമ്മച്ചിന്റെ വീടിനടുത്ത്. അപ്പൊ ഞാൻ അതിലെ കൂടി കയറി രാത്രിയിലായതുകൊണ്ട് ഭയങ്കര വെട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഷൂട്ടിംഗ് ആണ് പറയുമ്പോൾ. വന്നപ്പോഴത്തേ ഭയങ്കര വണ്ടി, ഞാൻ അതൊന്നും പറഞ്ഞില്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി എമ്പുരാൻ എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ പടത്തിന്റെ ഷൂട്ട് കിടക്കുക. അപ്പൊ ഞാനവിടെ വണ്ടി കൊണ്ട് നിർത്തി ഇങ്ങനെ ഇറങ്ങി. അപ്പൊ അവിടെ മനുഷ്യൻ അങ്ങോട്ട് കയറ്റി കൊടുത്തില്ല കേട്ടോ, മറ്റേ ടീമുകളൊക്കെ നിൽക്കുക, മറ്റേ വാക്കി ടൂക്കിയൊക്കെ ഇട്ട്. പിന്നെ ചമ്മൽ ഇനി അവിടെ ചെന്നിട്ട് അവരങ്ങനെ കയറ്റി, നമ്മളെ അറിയത്തില്ലെങ്കിൽ പൊളിഞ്ഞു പോലെയായിട്ട്. അപ്പൊ പിന്നെ ഞാനിങ്ങനെ നിന്ന് കുറച്ചു നേരം ഞാനും അവളും കൊച്ചുകൂടൊക്കെ ഇങ്ങനെ പാടി ഇങ്ങനെ നിന്ന്. ഇപ്പം ഞാൻ രണ്ടുപേരോട് ചോദിച്ചു അങ്ങോട്ട് കയറ്റി വിടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കയറ്റി കൊടുത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകണമെന്നൊക്കെ ഒരു തേയിലയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നിന്നപ്പോൾ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നത് ചേട്ടൻ ഓടി വന്നിട്ട് പറയാം ജിനു അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കാണണോ വരാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇവരെ എല്ലാം കണക്ട് ചെയ്തിട്ട് എന്നെ വൈഫിനും കൂടെ അങ്ങോട്ട് കയറ്റി വിട്ടു. അങ്ങനെ ഞാൻ കയറ്റി വിട്ട് ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുക. അതിന് ചമ്മലായിട്ട് അവിടെ വർക്ക് കിടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ജിനു ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവരിൽ നിന്നാരും വരാൻ നേരത്ത് പറയണം, എൻ്റെ കൺട്രോളറെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയണം, അറിയാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഈ പുള്ളി അങ്ങ് പോയിട്ട് ഞാനിവിടെ നിൽക്കുക, എനിക്ക് ആരെ അറിയത്ത പോലും ഇല്ല. വളരെ മറ്റേ കൺട്രോളർ വന്നു. ഹലോ, ഞാൻ പറഞ്ഞു ഹലോ എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ എന്തോ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു സാർ എൻ്റെ ഒരു ജിനു. അപ്പൊ ഈ ഇദ്ദേഹം കൺട്രോളർ ആണെന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇനി ഇവനോട് എൻ്റെ ഒരു ജിനു, ഞാനിങ്ങനെ ഇതുവഴി പോയതാണ്. അപ്പോൾ എൻ്റെ പടത്തിൻ്റെ വർക്ക് കണ്ടപ്പോഴത്തേക്ക് ഞാൻ കലാകാരനായതുകൊണ്ട് എന്നെ അറിയാവുന്ന ഒരു സാറിന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശരി എന്നാൽ അത് ബാ ഇത് കണ്ടോളാൻ പറഞ്ഞപ്പോൾ എവിടെ ഇരിക്കുന്നു, മോഹൻലാൽ ആളവിടെ ഇരിക്കുന്നു. ഞങ്ങൾ കുറച്ചു നേരം കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആളുമായിട്ട് വേറൊരാൾ വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഞാൻ പോകാമെന്ന് പറഞ്ഞു. മറ്റേ ആൾ നമസ്കാരം കേട്ടോ, നിങ്ങളുടെ പരിപാടിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ശരി സാറെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അദ്ദേഹത്തിന് സിദ്ധു പണിക്കർ സാറ് തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു എൻ്റെ പേരറിയാമെന്ന് ചോദിച്ചു. അപ്പം ഞാനിവിടെ കിടന്നിട്ട് ഒരു കവിത പറഞ്ഞ എനിക്ക് സാർ അറിയില്ലായിരുന്നു. ഓക്കെ, എൻ്റെ പേര് സിദ്ധു പണിക്കർ എന്നാണ്, നമ്പർ തരാമോ? എൻ്റെ ആ നമ്പർ അങ്ങ് മേടിച്ചു. നമ്പർ ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ചുമ്മാ മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പേരുണ്ട്. ജിസ്ജോ ചേട്ടനൊക്കെ ജിസ്ജോ ചേട്ടൻ നമ്മുടെ സ്കിറ്റ് കണ്ടിട്ടാണ് ജിസ്ജോ ചേട്ടൻ എന്നെ ഒരു പടത്തിൽ വിളിച്ചത്. ഞാൻ സത്യം പറഞ്ഞാൽ വിളിക്കുന്നു വല്ലപ്പോഴൊക്കെ ഒരു മെസ്സേജ് അയക്കും. എനിക്കൊരു സിനിമയിൽ അവസരം കിട്ടി. അത് ഈ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് നമ്മൾ എത്തിച്ചേരും എന്നുള്ളത്. സുനിൽ കാര്യാട്ടുകര അദ്ദേഹം പിക്കാസോ എന്ന് പറഞ്ഞൊരു പടം ചെയ്തപ്പോൾ ഭയങ്കര ബഡ്ജറ്റിലേക്ക് അവർ പ്ലാൻ ചെയ്തു. പക്ഷെ എന്തൊക്കെയോ വേറെ റൂട്ടിൽ കൂടെ പോകുന്നുള്ളതേ ഉള്ളൂ. അതിലെനിക്ക് കിട്ടിയ വേഷം ഞാൻ മനസ്സിൽ കണ്ട പോലൊരു വേഷം, അത് കിടിലൊരു വില്ലൻ വേഷം എനിക്ക് കിട്ടിയത്. അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രൊഡക്ഷനും മറ്റുള്ള കാര്യങ്ങളും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ആയിട്ടുള്ള എന്ത് പ്രശ്നം കൊണ്ട് അതൊരു ശകലം ഡൗൺ ആയി പോകുന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും നമ്മൾ ആദ്യം വെക്കുന്ന സാധനം ചീറ്റിപ്പോയാലോ ബാക്കിയൊക്കെ നല്ല രീതിയിൽ പോകുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ല നിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം അസത്യം എല്ലാം അങ്ങനെ തന്നെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അല്ല പരാജയങ്ങളെ ജീവിതത്തിൽ തരുന്നത് നമുക്ക് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടില്ല, അത് കറക്റ്റാണത്. അപ്പൊ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് മിമിക്രി ചെയ്യുമ്പോൾ എത്രയോ രണ്ട് സിനിമ ഒന്ന് ഋതം എന്ന് പറഞ്ഞ സിനിമ 3 നായകന്മാരിലുള്ള, പിന്നെ ഈ അടുത്ത കാലത്ത് മമ്മി സെഞ്ചുറിയുടെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന സിനിമ ചെയ്തു. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരുപാട് ഗുണങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, രണ്ടുപേരും സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വാക്ക് പോലും അല്ലെങ്കിൽ അതിന്റെ സിറ്റുവേഷൻ മാത്രം പറഞ്ഞു തന്നാൽ നിങ്ങൾ അത് കൊണ്ടുപോയിക്കോളും. അതിന്റെ കൂടെ പറയേണ്ട കാര്യങ്ങളും നിങ്ങളെ ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആവും. അത് മാത്രമല്ല നിങ്ങൾക്ക് ആകാര സൗഷ്ഠവമുള്ളതുകൊണ്ട് ഇപ്പോൾ വില്ലനായിട്ടോ ഒരു പോലീസുകാരനായിട്ടോ ഗുണ്ടയായിട്ടോ ഒക്കെ അഭിനയിക്കാനും ഏത് ക്യാരക്ടേഴ്സ് ഇണങ്ങും. ഇപ്പൊ ജിനുവിനെയും കാവിലിനെയും കുറിച്ചൊക്കെ ഞാനും പണ്ട് നിങ്ങളുടെ സ്കിറ്റുകൾ കാണുമ്പോഴും ഈ പെർഫോമൻസ് കണ്ടപ്പോഴേക്കും ഞാനും പറഞ്ഞിട്ടുണ്ട് ഇവർ മലയാള സിനിമയിൽ നെടുന്തൂണായിട്ട് വരുന്ന ഒരു കാലഘട്ടമുണ്ട്. കാരണം ഷാജോൻ ചേട്ടന്റെ ഫിഗർ ഒരു ദിവസം ഷാജോന്റെ രൂപം ഒരു ദിവസം സ്റ്റേജിൽ കാണിക്കുന്നത് ഞാൻ കണ്ടു. അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞെട്ടിപ്പോയി. കാരണം കറക്റ്റ് ഷാജോൻ ചേട്ടൻ. അപ്പൊ ഞാൻ പറയണം
അടുത്ത ഒരു ഇപ്പൊ ഷാൻ ചേട്ടൻ കുറച്ചുകൂടി മെച്ചൂർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഷാൻ ചേട്ടൻ ചെയ്തിരുന്ന പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരാളാണ്. സിനിമയിലെ സംവിധായകർ, എഴുത്തുകാർ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് സിദ്ധു പനക്കിലടക്കം നമ്പർ ഉണ്ടല്ലോ വിളിച്ചോളൂ. രണ്ടുപേർക്കും നല്ല നല്ല അവസരങ്ങൾ കൊടുക്കണം. പിന്നെ അനീഷ് കാവിന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ല. കുടുംബം പെങ്ങളുടെ കല്യാണത്തിൽ വന്നിരുന്നു. പിന്നെ തീർച്ചയായിട്ടും 15 വർഷത്തോളം 12 വർഷമായി. അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, ഇതാണ് കുടുംബം. പിന്നെ ഞാൻ അനിയത്തിയെ കല്യാണം കഴിച്ചു പത്തനാപുരത്ത്, അനിയൻ കല്യാണം കഴിച്ചു കുടുംബത്താണ്. ഞാന്, എന്റെ ഭാര്യ, 2 മക്കള് സെപ്പറേറ്റ് ആയി ഒരു വീട് വെച്ച്. അത് മെമ്പർച്ചിരി വന്നതിന് ശേഷമുള്ള നേട്ടങ്ങളൊന്നാണ്. ചെന്ന പാടെ 3-4 എണ്ണം അടിച്ച് നല്ല ഇച്ചിരി പൈസ ഉണ്ടായപ്പോഴത്തേനും പണി ഈ സൈഡിൽ കൂടെ നടത്തി. എല്ലാരും മക്കളൊക്കെ എന്തോരായി? ഒരാള് 3ാം ക്ലാസ്സിൽ, ഒരാൾ 1ാം ക്ലാസ്സിൽ. അവർക്കൊക്കെ ഈ കലാ പരിപാടി വല്ലതും ഉണ്ടോ? മൂത്തവന് ചെറിയ താല്പര്യമുണ്ട്. ഇളയ മോള് ഡാൻസ് പഠിപ്പിക്കാൻ വിടുന്നുണ്ട്, അവനെ കീബോർഡ് പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ നല്ല അത് കലാപരമായ ടാലന്റ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. അവർക്ക് നമുക്ക് അതിനൊന്നും അന്ന് നമ്മൾ ജീവിക്കുന്ന സമയത്ത് അതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. സത്യം. അത് കാരണം എന്താന്ന് വെച്ചാല് ഒരു കലാകാരൻ ഒരിക്കലും ക്രിമിനൽ ആവാൻ പറ്റില്ല. അവന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രഭാതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ കുട്ടികളെ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ജീവിതത്തിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം. ഞാൻ ഈ ജില്ലാ കലോത്സവം ഞങ്ങളെ അവിടെ വെച്ച് നടക്കുക. ആകെ മത്സരം ഇതുണ്ട്, നമ്മുടെ മിമിക്രിയുടെ മത്സരം. ഞാനാണ് മത്സരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ടീച്ചേഴ്സും പിള്ളേരും എല്ലാം വണ്ടിക്കകത്ത് വരുന്നു, അവർ വരുന്നു. ഞാൻ മാത്രമുണ്ട് എന്റെ സ്കൂളിനെ പ്രതിനിധീകരിച്ച്. ജീവിതത്തിൽ അവർ വിചാരിച്ചിട്ടില്ല ഇപ്പൊ പിന്നെ സമ്മാനം കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അന്ന് ഞാൻ ചെന്ന് അവതരിപ്പിച്ചു. ഫസ്റ്റ് പ്രൈസ് എനിക്കാണ് സ്കൂളിൽ നിന്ന്. അപ്പൊ അനൗൺസ് ചെയ്തു. ട്രോഫി മേടിക്കാൻ ഒന്നെങ്കിൽ സ്കൂളിലെ ആരും ഒരാളുടെ എവറോളിംഗ് ട്രോഫിയാ തിരിച്ചു കൊടുക്കണത് അടുത്ത വർഷം. അത് സ്കൂളിന്റെ ആരും വന്നാലേ മേടിക്കാൻ പറ്റും. എന്റെ കൂടെ ടീച്ചേഴ്സ് പോലും ഇല്ല. ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്റെ വിഷമം കണ്ടോണ്ട് മരിച്ചു പോയി എന്റെ അപ്പാപ്പൻ. ഞാൻ വരാം സ്കൂളിന്റെ രീതിയിൽ. പുള്ളി വന്നു മേടിച്ച് ഇങ്ങനെ പൊക്ക് പിടിച്ചിട്ട് വ്യത്യസ്ത പദത്തിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ ട്രോഫി കൊണ്ട് വീട്ടിൽ വന്നു. ഇത് സ്കൂളിൽ വെക്കണ്ടെന്ന് എനിക്കറിയത്തില്ലല്ലോ. വീട്ടിൽ കൊണ്ട് വെച്ച് പൂടിയൊക്കെ വെച്ചിട്ട് കിടന്നു. ടീച്ചർ രാവിലെ ഇവിടെ വന്നേക്കുന്നു. അത് ഇവിടെ വെക്കാനുള്ളതല്ല, സ്കൂളിൽ വെക്കാനുള്ളതാണ്. അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ട്. നമ്മൾ പ്രതീക്ഷയില്ല അവർക്ക്. അവിടെ നമ്മള് അതെ. എന്നിരുന്നാലും മിമിക്രി എന്ന് പറയുന്ന 3 അക്ഷരമുള്ള ഒരു കലയിൽ നിന്നും ഇപ്പൊ മലയാള സിനിമയുടെ അങ്ങേയറ്റത്തെത്തി നിൽക്കുന്ന പത്മശ്രീ വാങ്ങിച്ച അല്ലെങ്കിൽ നാഷണൽ അവാർഡുകൾ, സംസ്ഥാന അവാർഡുകൾ, ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ എത്രയോ ആളുകൾ, മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ദിവസം ഓടിയ ചിത്രത്തിന്റെ സംവിധായകർ മിമിക്രിയുടെ പ്രൊഡക്ട്സ് ആണ്. അപ്പൊ മിമിക്രി ഒരു ചെറിയ കലയല്ല. അല്ലെങ്കിൽ മിമിക്രി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ പലരും അതിനെ നിസ്സാരവൽക്കരിച്ച് ഞാനിപ്പോഴും മിമിക്രി കളിച്ച് നടക്കുന്ന പറയുന്നത്. ഞങ്ങളത് എപ്പോഴും ഇവിടെ പറയും കേട്ടോ. പമ്പർജില്ലേ ഇപ്പോഴും മെയിൻ പേടിയത് ഈ പുതിയതായിട്ടൊക്കെ ആൾക്കാർ വരുമല്ലോ, അവര് വന്നിട്ട് ഇവര് തിക്കട തെറ്റിയങ്ങ് നടക്കുന്നേ, ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു അവസ്ഥയുണ്ട് അവർക്ക്. അപ്പൊ വിളിച്ചു എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിട്ട് ഒന്നും ആയിട്ടില്ല. 10 ദിവസമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? ഇവരുടെയൊക്കെ വിചാരം ഇത് ഈ സംഭവം TV കിടന്ന് കാണിക്കുന്ന കോമഡി. ചില ആൾക്കാർ ഇതിന്റെ അടിയിൽ എഴുതി വരുന്നത് ഇവരൊന്നും വേറെ പണിയിലാണ്, പോടങ്ങ് ആറി ഇതൊക്കെ എഴുതി വെക്കുന്നില്ലേ. ഇവരൊരാൾ വന്നത് ഒരു പ്രാവശ്യം ജസ്റ്റ് ചുമ്മാ ആ സ്റ്റേജിൽ ഒന്ന് പെർഫോം ചെയ്ത് കാണിക്കുമോ? എത്ര പേര് അവിടെ കിടന്നിട്ട് അലയുന്നതെന്ന് അറിയോ? എല്ലാത്തിനും ഇത് നന്നാക്കിക്കൂടെ എന്നെഴുതിക്കൂടെ? ഇതൊന്ന് നന്നാക്കി നിങ്ങൾക്ക് ചെയ്തുകൂടെ? അങ്ങനെ ചോദിച്ചാൽ എന്താണ് അല്ലേ? അത് ഈ ഫ്രസ്ട്രേഷൻ കിടന്നിട്ടാണ്. ഒന്നും ആകാൻ കഴിയാത്തവരുടെ ഫ്രസ്ട്രേഷൻ ആണ് ഈ കമന്റ്സ്, നെഗറ്റീവ് കമന്റ്സ് വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മള് വളർന്നു വരുന്നത് ചെടിയുടെ ചോട്ടിക്കൊണ്ട് ഒഴിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പഞ്ചാമൃതവും പൽപ്പായസവും അല്ല, ചാണകവും വേസ്റ്റും മുട്ടയുടെ തൊണ്ടും ഫുഡിന്റെ വേസ്റ്റും അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടങ്ങ് വളർന്നോളണം അല്ലേ? പിന്നെ ഞാൻ അങ്ങനെ കമന്റ്സ് നോക്കാറില്ല. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു.
ഞാൻ അത് ചില സമയങ്ങളിൽ അല്ല നല്ല സ്കിറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തു. വേറൊരു കാര്യമുണ്ട്, ഈ 1000 പേര് നല്ല കമന്റ് ഇട്ടിട്ട് 1001ാമത്തവൻ മോശം കമന്റ് ഇട്ട് അതേ നമ്മൾ ബുക്ക് ചെയ്യുള്ളൂ. 1000 ഇടും. ഇതിനെ മാത്രം ശ്രദ്ധിക്കുക. ഇവരെന്താ ഇവൻ ആരാ, ഇവന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കും, ഇവന്റെ പണി എന്താ, ഇതൊക്കെ മറ്റുള്ളവന്മാർ ആരെ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ. ശരിയായിട്ട് ഈ കമന്റ് എന്ന് പറയുന്ന സാധനം നോക്കേണ്ട ആവശ്യമേ ഇല്ല. അത് എനിക്ക് മനസ്സിലായത് ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ സംഭവം. ഒരു ദിവസം ഇങ്ങനെ വൈറ്റിങ്ങനെ കിടന്നപ്പോഴത്തേക്ക് ഒരു സ്കിറ്റിന്റെ അടിയിൽ അത് മഴവിൽ മനോരമയുടെ പേജിൽ വന്ന സാധനം കേട്ടോ. അപ്പൊ അതിനകത്ത് കോട്ടയത്തുള്ളൊരു വൃത്തികെട്ട രീതി കമന്റ് ചെയ്തേക്കുക. അപ്പൊ ഞാൻ അത് എന്ത് ചെയ്തു, ഞാൻ അവന്റെ ഇൻബോക്സിൽ കയറി അവനെ തെറി കൊടുക്കും. അപ്പൊ അവൻ എന്നോട് തിരിച്ചു പറഞ്ഞു, എടാ നിനക്കെന്താ കാര്യം, കാരണം അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം, അവിടെ ആർക്കും മെസ്സേജ് ചെയ്യും കമന്റ് ചെയ്യും, അത് നിനക്കെന്താ കാര്യം. ശരിയല്ല പറഞ്ഞാൽ തന്നെ തെറ്റിരിക്കുന്നത്. ശരിയാ. അപ്പം അതിൽ പിന്നെ ഞാൻ ഈ കേസൊന്നും അറ്റൻഡ് ചെയ്തു. ഞാൻ എൻ്റെ ഭാര്യയോട് ഞാൻ എപ്പോഴും പറയും, നമുക്ക് വരുന്ന ഈ നെഗറ്റീവുള്ള കമന്റുകൾ ഒരിക്കലും നമ്മൾ നോക്കില്ല. കമന്റ് നോക്കിയാൽ നമ്മൾ തകർന്നു പോയിട്ട് തമാശ പറഞ്ഞ കാര്യമില്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യം, ഞാൻ പറയാം പ്രസാദേട്ടാ, ഇത് സത്യമായിട്ടുള്ള കാര്യം. നമ്മുടെ മനസ്സിലൊരു എയിം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചേർന്നില്ല 100%. ഇപ്പം ഞാൻ ഇങ്ങനെ വന്നിരിക്കാനും നമ്മൾ ഇതിനെക്കുറിച്ച് പോലും നമ്മുടെ ഈ ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇതിനെക്കുറിച്ച് ചോദിക്കാനും ഇമാതിരിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാനും ഇതൊക്കെ ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. സത്യം നമ്മൾ ഇങ്ങനെയുള്ള ഞാൻ ഭാര്യയോട് പറയും, നമുക്ക് ഇതൊക്കെ പറയേണ്ട ഒരു പ്ലാറ്റ്ഫോം വരും. പിന്നെ അത് അവിടെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ എല്ലാവരോടും നമ്മളിത് പറഞ്ഞിട്ട് ഇതിന് കാര്യമില്ല. നമ്മുടെ വാഴ കഴിക്കുന്നത് തന്നെ അല്ലാതെ എല്ലാരും അറിയുമല്ലോ, എല്ലാരും കാണുമല്ലോ, കേൾക്കുമല്ലോ. പിന്നെ ഇങ്ങോട്ട് വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ബിജുക്കുട്ടണ്ണ. അതെ അതെ, അത് പോട്ടെ. വേറെ മറ്റേ കാര്യം പറഞ്ഞോണ്ട് അതല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വൈറ്റിലെ ഹബ്ബിൽ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ അപകർഷതാബോധം നമുക്കാണ് ഈ പ്രശ്നമേ. ശരി, ടോട്ടലി പുറകിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലേ. ഞങ്ങൾ വൈറ്റിലെ ഹബ്ബി വന്നപ്പോൾ അവിടെ ഷൂട്ട് നടക്കുക. ഷൂട്ട് നടന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ ബിജു മേനോൻ ചേട്ടൻ്റെ പടമാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു അവിടെ നമുക്ക് ചുമ്മാ അവിടെ പോയി നോക്കിയിട്ടങ്ങ് പോകാം. ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് തിരിച്ചിറങ്ങുന്നത് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അദ്ദേഹത്തിന്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ ഇദ്ദേഹത്തിന്റെ റിലേഷനാണ്. അപ്പൊ പിന്നെ അവര് തമ്മിൽ വർത്താനം പറഞ്ഞ് ഞങ്ങൾ പരിചയപ്പെട്ടു. ഉടനെ ആ പുള്ളി പറഞ്ഞു, പോകല്ലേ ബാ നമുക്ക് പുള്ളി ഒന്ന് പരിചയപ്പെടാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട പോകണ്ടെന്ന് ബാ ഒന്ന് പരിചയപ്പെടാന്ന് പറഞ്ഞു. അതുപോലെ ഭയങ്കര റോഡ് സൈഡില് ഭയങ്കര ക്രൗഡല്ലേ, അതിന്റെ ഇടയ്ക്ക് നമ്മളോട് ചെന്ന് അതായത് ബുദ്ധിമുട്ടിക്കാന്ന് അത് ഇതല്ലേ. അപ്പൊ ചേട്ടാ ഞങ്ങൾ രണ്ടോട് കയറി ചെന്നു. കയറി ചെന്നപ്പോഴേ അദ്ദേഹം ചാടി എഴുതാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ പരിപാടി ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ടോ. സത്യം. അത് പുള്ളി ഓരോന്നിങ്ങനെ ഓർത്ത് പറയാം. അമ്മച്ചിയുടെ വേഷത്തെ കുറിച്ച് ഈ അമ്മച്ചിയുടെ ക്യാരക്ടർ ആരെങ്കിലും കണ്ടിട്ട് ചെയ്തതാണോ? അല്ലല്ല, ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ വന്ന സമയത്ത് കുറെ സാധനം ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അത് നമ്മൾ ഓരോന്നോരോ ചിന്തി നമുക്ക് ആദ്യമായിട്ട് കിടന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്തും ചെയ്യാമല്ലോ. അപ്പൊ ഇദ്ദേഹമാണ് എന്നോട് പറഞ്ഞു, എടാ നീ ഒരു വെല്ലുവിളി ചെയ്യും, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞിട്ട് ഞങ്ങൾ അന്നേരം ഉണ്ടാക്കി കളിച്ച സാധനം അത്. പക്ഷെ വൈറലായി പോയത്. അത് വൈറലായി മാത്രമല്ല, ഒരുപാട് റീൽസിൽ ആ ഓഡിയോ ഇട്ടിട്ട് കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ടി വി പറഞ്ഞ വെല്ലുവിളിമാരുടെ സംസ്ഥാന സമ്മേളനം. അത് വെല്ലുവിളി എന്ന് പറയാൻ വെറും വെല്ലുവിളിയല്ല. ഇവിടെ ആൾക്കാർ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിനകത്ത് റിബൺ കെട്ടി വെച്ചേക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അപ്പാപ്പൻ ചെയ്യുമായിരുന്നു. ഞാൻ കൈറോ ടിവിയുടെ ഒരു പ്രോഗ്രാമില് ജിനു ഒരു അപ്പാപ്പൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞെട്ടിച്ചു കളഞ്ഞു. കാരണം അതൊക്കെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടോ ഒരു തെറിയൊക്കെ പറയുന്നത്. അതായത് ഒരു ഇതുമില്ലാതെ വാ തുറന്ന എന്തും പറയും എന്ന പോലത്തെ ഒരു അപ്പാപ്പൻ. അതൊക്കെ ഇങ്ങനെ കയറ്റി കുത്തിയിട്ട് തോർത്തെടുക്കുള്ളൂ പുള്ളി. അത് ഇങ്ങനെ കരയുള്ള നീളം കൂടി തോർത്തുണ്ട്. ആ തോർത്ത് കൊടുത്തിട്ട് ഇവരൊരു എപ്പിസോഡ് ചെയ്തിട്ട് അത് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഇല്ല, പുള്ളി കൊണ്ടുപോവോ ഇങ്ങനെ. ഈ കോലം കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്, മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളി എല്ലാത്തിനും മാറ്റത്തിലാണല്ലോ വരുന്നത്. അങ്ങനെ ഒരു ദിവസം കണ്ണൂർ ഒരു പരിപാടി അമ്മച്ചിക്കുള്ള വിഗ് എടുത്തില്ല, ഇവിടുന്ന് കൊണ്ടുപോകാൻ മറന്നുപോയി. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു വിഗൊക്കെ കിട്ടുന്ന ഒരു കടയില് ചെന്നപ്പോഴത്തേനും എന്നെ കണ്ടു പെൺപിള്ളേർന്നിപ്പുണ്ട്. അവിടെ കലോത്സവത്തിന് എന്തോ സാധനം എടുക്കാൻ വേണ്ടി പിള്ളേരെ നിൽപ്പുണ്ട്. ഇയാൾ ആ കോമഡിയിലുള്ളതല്ലേ എന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞാണ് ഇയാളെ കണ്ടിട്ടുണ്ട്, ഇയാൾ കോമഡിക്കകത്തുള്ളതാണ്. കാരണം എപ്പോഴും ഫേസ് മാറി മാറി പല വേഷങ്ങളിലാണ്. ഞാനത് മറ്റേ അമ്മച്ചി ചെയ്യാൻ വേണ്ടിട്ട് പീസിയൊക്കെ പഠിച്ചിരിക്കുക. പുള്ളി എന്നെ കണ്ടു മനസ്സിലായി. ബിഗ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട്
ഇതുപോലെ പ്രോഗ്രാമിൽ പോയിട്ട് ഉണ്ടായിട്ടുള്ള രസകരങ്ങളായിട്ടുള്ള മറ്റനുഭവങ്ങളൊക്കെ ഇല്ലേ? ഈ കഴിഞ്ഞ ദിവസം രസകരമല്ല, ടെൻഷൻ പിടിച്ചു. ഞങ്ങളൊരു ട്രൂപ്പിൽ പോയത്, തിരുവനന്തപുരത്ത് ഒരു ട്രൂപ്പിൽ ഇപ്പൊ കളിക്കുന്നത് എന്ന് പറഞ്ഞാല് നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള പ്രോഗ്രാംസും കളിക്കാം. അവിടെയും വലിയ പരിപാടികളുള്ള ട്രൂപ്പൊന്നും അല്ല. അപ്പം ഞങ്ങൾ ആ ട്രൂപ്പിൽ കൊണ്ടുപോയി തല വെച്ചു. അപ്പം അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം അവിടെ ഈ ചേട്ടയ്ക്ക് അറിയാലോ, അവിടെ ഈ ടൈറ്റിലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ വെച്ചിട്ടാണല്ലോ. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ടറുണ്ട്, പുള്ളി അതെല്ലാം ചെയ്തോളൂ. ഞങ്ങളുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ സ്കിറ്റ് മാത്രം കളിച്ചാൽ മതി. അപ്പം ഞങ്ങൾ ഓൾറെഡി 2 സ്കിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, പാട്ടും ബഹളമൊക്കെ വെച്ചിട്ട് അതൊക്കെ അങ്ങ് പൊക്കോളും. എൻ്റെ പൊന്നെ ഈ ഫൈനൽ റിഹേഴ്സലിന് ഞങ്ങൾ തലേദിവസമായിരുന്നു. തലേദിവസം ചെന്ന് അപ്പോൾ അവിടുത്തെ പ്രൊഡ്യൂസറും ടീമുകളും ഒക്കെ വന്നിരിക്കുകയാണ്. നമ്മൾ ആ സമയം എങ്ങനെയാണെന്ന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഫൈനൽ കളിക്കുന്നത്. അല്ലാതെ നമ്മൾ പക്കാ പ്രോഗ്രാം കളിക്കുമല്ലോ. അപ്പം സ്കിറ്റ് ചുമ്മാ അവിടെ ഒന്ന് പറഞ്ഞു നോക്കി ഇങ്ങനെ കളിച്ച് ഇങ്ങനെ ഒപ്പിച്ച് വെച്ചു. സമയം 1.25 മണിക്കൂറേ ഉള്ളൂ. എല്ലാവരും നേരത്തെ തിരുവനന്തപുരത്ത് അറിയാലോ 2 മണിക്കൂർ അങ്ങനെയൊക്കെയല്ലേ. ഈ പുള്ളി അങ്ങ് ചൂടാകാൻ തുടങ്ങിയില്ലേ, തെറിയൊക്കെ വിളിച്ചത്. ഇതിനൊക്കെ 10 പൈസ ഞാൻ തരുമല്ലടാ, മര്യാദയ്ക്ക് 3 സ്കിറ്റ് കളിക്കാൻ നിനക്ക് 10 പൈസ തരത്തിലെന്ന് പുള്ളി ഭയങ്കര ബഹളമെന്ന്. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കൊന്നും ഇതിനെക്കുറിച്ച് മാങ്ങത്തിരി അറിയാൻ മേലാത്താണ് ഇവരുടെ പ്രശ്നം. മറ്റുള്ളവർ കാണിക്കുന്ന കണ്ടിട്ട് അതുപോലെ കാണിക്കുക, അല്ലാതെ ഇതിന്റെ സീരിയസ്നെസ്സോ ഇത് എന്താണെന്നോ അവർക്ക് അറിയത്തില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇവർ ഈ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമുക്കറിയാം കാമണിക്കൂറൂടെ വേണം. അപ്പൊ അത് നമുക്ക് എന്തൊരു സാധനം സെറ്റ് വേണമെന്ന് ചേട്ടായി പറഞ്ഞ ചേട്ടായി വിശ്വസിക്കുന്നില്ലെന്ന് എനിക്കറിയുന്നില്ല. വൈകിട്ട് കളിക്കേണ്ട പരിപാടി നേരം വെളുത്തിട്ട് ഞങ്ങളൊരു സ്കിറ്റ്, ട്രൂപ്പിലെ സ്കിറ്റാന്ന് ആലോചിച്ചോണം ചേട്ടാ, ചാനലിലെ സ്കിറ്റ് അല്ല. ഞങ്ങളൊരു 7 മിനിറ്റ് വരുന്ന ഒരു സ്കിറ്റ് ഞങ്ങൾ 2 പേരോട് ഇരുന്ന് ഉണ്ടാക്കിയിട്ട് അന്നത്തെ വൈകിട്ട് ആ പരിപാടിക്ക് ഞങ്ങൾ സ്കിറ്റ് കളിച്ചു. പരിപാടി ആയാലും ഗംഭീര പരിപാടിയായിരുന്നു. അത് വലിയൊരു അനുഭവം. കാരണം ട്രൂപ്പിലെ സ്കിറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് നിസ്സാരമായിട്ട് ഉണ്ടാക്കി കളിക്കാൻ പറ്റില്ല. 3-4 പേരെ വെച്ച് കളിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം അറിയില്ല, ഞങ്ങൾ അത് ഈ ബൊമ്പർച്ചിയുടെ ഏറ്റവും വലിയ ഇതാ കേട്ടോ. ഞങ്ങൾ അന്നേരം തന്നെ ഒരു സാധനം ഉണ്ടാക്കി ട്രൂപ്പിലെ സ്കിറ്റ്. അത് ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ മറ്റുള്ളൊരു മെഗാ ഷോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര വരത്തില്ല. ഇതെല്ലാം കണക്ഷൻ ഒപ്പിച്ച് വെക്കണ്ടേ. ട്രൂപ്പിലെ സ്കിറ്റ് അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതൊരു വലിയൊരു അനുഭവം. തിരുവനന്തപുരം സമിതികളിൽ പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് എത്രവർക്ക് അറിയാമെന്നറിയില്ല, നമുക്ക് ഒരു കഥയുണ്ടാവും. ആ കഥയുടെ ബേസ് പിടിച്ചായിരിക്കും ഈ പ്രോഗ്രാം മൊത്തം. അതാണ് അപ്പൊ സ്കിറ്റ് ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. വേറൊരു ടീമിന്റെ സ്കിറ്റ് എടുത്ത് അവിടെ കളിക്കാനും പറ്റില്ല. അതാണ് ഏറ്റവും പ്രശ്നം. അപ്പൊ അങ്ങനെ ഇതുണ്ട്. പിന്നെ ഈ താരങ്ങളെ അനുകരിക്കുന്ന ആൾക്കാർ കൂടിയാണ് നിങ്ങൾ. ഒരുപാട് താരങ്ങളെ ജിനുവും അനീഷും രണ്ടുപേരും വളരെ മനോഹരമായിട്ട് അനുകരിക്കും. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് മിമിക്രിയുടെ ബേസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് 1-2 താരങ്ങളുടെ ശബ്ദം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമന്റ്സ് ഇടുന്നവരെ കുറിച്ച് പറഞ്ഞില്ലേ, നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്ക് അവസരങ്ങൾ കൊടുക്കണ്ടേ. എനിക്ക് ആകെ കൂടെ ചെയ്യാൻ അറിയാന്ന് പറഞ്ഞാൽ ആരായിരിക്കും? വടിവേൽ ചോദിച്ചു അല്ല, ഷാജോൻ ചേട്ടന്റെ വോയിസ് ഇല്ല. ശരി, അത് സംഭവിച്ചത് എന്നാന്നറിയോ? ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടല്ലോ, ഫിഗർ ഷോ എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് ഉണ്ട്. അപ്പം അവിടെ എല്ലാവരും ഫിഗർ ചെയ്യും. അപ്പൊ ഈ സെന്തിലാണ് എന്നോട് പറഞ്ഞാൽ നിനക്ക് ഷാജോന്റെ ഫിഗർ ചെയ്യാം. അപ്പൊ പരിപാടി ഒന്ന് റൂട്ടായി വരാൻ നേരത്ത് പിന്നെ നമുക്ക് കയറാൻ ചെല്ലേ. ഈ ട്രെയിൻ ഓടി എന്നിട്ട് ചാടി കയറുന്ന പോലെ റൂട്ടാകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, മാട്ടടിച്ചു പോലെ ടെൻഷനും ഒക്കെ അല്ലേ. അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ പരിപാടി ഇങ്ങനെ ഓണപ്പരിപാടി ചെയ്ത് ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു വിഗ് കിടന്ന് ഞാൻ ചുമ്മാ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ സാധനം കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ കട്ട് ചെയ്തിട്ട് അത് മാത്രമേ ചെയ്തിട്ടില്ല, അത് വേറെ ചെയ്തിട്ടുമില്ല. മനോഹരമായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ആരുടെ വോയിസ് ചെയ്യാൻ പോണേ? വടിവേലും ഡോസ് ചെയ്യാം. ഞാൻ പറയാം, അതെനിക്ക് അറിയത്തില്ല എന്റെ സൗണ്ട് വെച്ചിട്ട്. അത് നല്ല രീതിയിൽ ചെയ്യാൻ. അതെ, ശ്രമിക്കാം. இந்த கிழமை இழுத்து கொண்டிருக்கின்றார். இந்த குமைத்துகள் குமைத்து கொண்டிருக்கும் இந்த அந்த புறத்துக்குள் பாட வேண்டிய ராகமா இது. அடிக்கல் காலம் தெப்பட்டை இழுத்து தூக்க வேண்டாமா? களம்புங்கள். ஆஹா ஓஹோ ஓஹோ. അല്ല, ഈ ഡയലോഗ് അധികം മിമിക്രിക്കാർ യൂസ് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. ഇതാ മറ്റേ കാസറ്റിനകത്തുള്ള പാട്ട് സാറെ കിടന്ന് യാർമ കിടയിൽ ഞാൻ പോട്ട് അല്ലേ, അതല്ലേ പറയുന്നത്. കേട്ടിരിക്കുന്നത്. പിന്നെ ആ രാഗമായത് എന്നൊക്കെ ചോദിക്കുന്നിടത്ത് കറക്റ്റ് മോഡുലേഷൻ പരിചയപ്പെട്ട കാലം മുതൽ ഞാൻ കേൾക്കുന്ന. അല്ല, ഇനി അനീഷ് പിന്നെ നമ്മൾ ഇത്ര നേരം പുള്ളി പറഞ്ഞ കള്ളമല്ല. പിള്ളേച്ചൻ കള്ളം പറയണം തോന്നുന്നു. തിലേസാറിന്റെ പറയാം, കിട്ടത്തില്ല എന്നറിയാൽ. 12 വർഷം
മനസ്സിന്റെ മനസാക്ഷി കോടതിയിൽ തെളിയാതെ കിടക്കുന്ന കേസിന്റെ വിധി എന്നാ എന്റെ മോള് എമ്മക്ക് പ്രശ്നങ്ക അവിടുത്തെ പത്രത്തിൽ വായിച്ചു കാണും. പൊളിച്ച് അടിപൊളി. പിന്നെ ജിനുവിനെ പാട്ട് പാടുന്ന രീതിയിലൊക്കെ എനിക്കറിയാം. അനീഷ് പാടാറുണ്ടോ? ഇല്ല കൂടെ ഇല്ല. ഒരു പാട്ടൊക്കെ പാടി ഒരു പാട്ട്. എവിടെ പാട്ടൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ള രണ്ടുപേരും കൂടി പാടും. ന്യായമായ രീതി കമന്റ് പോയിട്ട് നിങ്ങൾ നല്ലൊരു പാട്ട് ഞാൻ അല്ല പാട് അല്ലേ നമ്മൾ എല്ലാ സാധനത്തിനും വേണ്ടത് വെറൈറ്റി അല്ലേ ഏട്ടാ? അതെ അതെ സ്റ്റേജ് ഷോയിലും പിന്നെ ഒരു പാട്ടോട് കൂടിയാ എല്ലാ പരിപാടിക്കും തുടങ്ങുന്നത്. ഇപ്പൊ ചാനലിലായാലും ഓ മഞ്ജു ചേച്ചി എപ്പോഴും പാടിക്കാറുണ്ട്. നമ്മൾ നിങ്ങളൊരു സാധനം എല്ലാവരും നമ്മൾ അങ്ങനെയാണ് ഞാൻ ആ പാട്ട് ജിനു പാടുമെന്നുള്ളത് മനസ്സിലായത്. അന്ന് മഞ്ജു പിള്ള അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് ജിനുവിന്റെ പാട്ടില്ലാതെ നമുക്ക് വേറെ കമന്റ്സ്. ഇപ്പൊ ഞങ്ങൾ സ്കിറ്റ് കളിക്കുന്നതിന് മുമ്പാണല്ലോ ചെയ്തേക്കുന്നത്. പുള്ളി ഇങ്ങനെ പാടും. ഏത് പാട്ടാണ്? മറന്നുപോകും. അല്ല, ഒരു ക്രിസ്ത്യാനോ കരുണാമേനോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോ അടി കമന്റ്സ് കയ്യിൽ സ്കിറ്റ് എഴുതിയിട്ടേക്കുന്നത് മറന്നുപോയിരിക്കും ചില വേടൊക്കെ നമ്മളൊന്ന്. എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അബുദാബി സ്റ്റേജിൽ കുടിയോട് ചോദിക്കേണ്ട 10 ചോദ്യങ്ങൾ എഴുതിയിട്ട് ഇത് കഴിഞ്ഞപ്പോൾ സദ്യ കഴിക്കാൻ വിളിച്ചത്. അവിടെ പോയി സദ്യ കഴിച്ച് കൈയൊക്കെ കഴുകി വന്ന് സ്കിറ്റ് തുടങ്ങി ഈ കഴിഞ്ഞ ദിവസം രാജേഷ് തിരുവമ്പാടിച്ചേട്ടൻ പറഞ്ഞൊരു സാധനം ഓർമ്മ. അവരിതുപോലെ സ്കിറ്റ് കളിക്കാൻ മനോഹരനൊക്കെ സ്കിറ്റ് കളിക്കാൻ വേണ്ടിട്ട് ജിൻഡോപ്പനുണ്ട് പുള്ളിക്കാരൻ്റെ എഴുതി കൊടുത്ത് ഇന്റർവ്യൂ 2 ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട് പുള്ളി അതിങ്ങനെ വേണ്ടി പോക്കറ്റ് കോമ്പര തിരിച്ചു വന്നിട്ട് കയറി വന്നപ്പോഴേ ഈ കോമ്പര എടുത്തിരുന്ന സാധനം മാറിയില്ലേ അതിന്റെ പോക്കറ്റിലായി പോയി എഴുത്ത് തട്ട് മാറി എന്തോ പറയണോന്ന് അറിയാൻ പറ്റാതായി പോകുന്നു. അതെ അതെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എനിക്കിത് വാങ്ങി പോയിട്ട് പെട്ടെന്ന് നോക്കിയപ്പോ ഇവിടെ ബ്ലാങ്ക് ആയിരിക്കുന്നു. ഒന്നും ചോദിക്കാനില്ല, അവിടെ നിർത്തി. അങ്ങനെ അപ്പൊ പാട്ട് പമ്പാത്തടസ്തരം ലോക മനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ വിന്ധ്യഹിമാചല സഖ്യസാനുക്കളിൽ വിത്തു വിതയ്ക്കരുതേ വർഗീയ വിത്തു വിതയ്ക്കരുതേ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. അടിപൊളി. പിന്നെ ഇപ്പൊ ഭാര്യ വീണ, കുട്ടികൾ മോൾ ഒരാള് കുഞ്ഞിക്കിളി എന്നാണ് അവളുടെ വീട്ടിൽ വിളിക്കുന്നത്. അവളുടെ പേര് ദക്ഷിണ. ദക്ഷിണ പഠിക്കുന്ന ഇല്ലില്ല അവക്ക് 2 വയസ്സായത്. ശരി. എല്ലാ ദിവസവും ഇപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ എത്തണ്ട. എനിക്ക് രാവിലെ ഒരിടത്തും എത്താൻ പറ്റിയിട്ടില്ല. ഞാൻ വീട്ടിൽ ചെല്ലുന്നോളം വരെ പുള്ളി ഉറങ്ങാതിരിക്കും. എന്നെ കാണാതെ പുള്ളി ഇരിക്കുകയല്ല. പുള്ളി വന്നിട്ട് ഞാൻ ചെന്നിട്ട് പുള്ളിയുടെ കുറെ പെർഫോമൻസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് 3:30 ആകുമ്പോഴും പുള്ളി കിടന്നുറങ്ങുള്ളൂ. എന്നിട്ടേ ഞാനും കിടന്നുറങ്ങാൻ പറ്റുള്ളൂ എനിക്ക്. അപ്പൊ അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരിടത്തും കറക്റ്റ് സമയത്ത് ഈയിടെയായിട്ടൊന്നും ചെല്ലാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇനിയും ഉയരങ്ങൾ താണ്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സിനിമകളിലൂടെ, കോമഡി പ്രോഗ്രാമുകളിലൂടെ ജനമനസ്സുകളിൽ ഇപ്പോഴുള്ള ആ സ്ഥാനങ്ങൾ വളരട്ടെ, വലിയ കഥാപാത്രങ്ങൾ തേടിയെത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. നമസ്കാരം.